അവൾ വീണ്ടും പതിയെ മയക്കത്തിലേക്ക് വീണു. അവനിൽ പിടിച്ചിരുന്ന അവളുടെ കൈകൾ അയഞ്ഞു. അവൾ കിടക്കട്ടെ ആദി, നമുക്ക് പുറത്തു നിൽക്കാം. അശോക് അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അപ്പോഴും മയങ്ങിപ്പോയിരുന്നു. ആദി അശോകിനൊപ്പം പുറത്തേക്കിറങ്ങി. ആദി എന്തോ ഓർമ്മയിൽ നിന്നിരുന്ന അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് അശോക് വിളിച്ചതും അവൻ അശോകിന്റെ മുഖത്തേക്ക് നോക്കി. അശോക് ആദ്യം തന്നെ നോക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് ഭയമോ വിഷമമോ ടെൻഷനോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞു നിന്നിരുന്നു. എന്താ ആദി? അശോക് സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ലേട്ടാ, അവൾ മറുപടി പറഞ്ഞു. എന്തിനാ ആദി നീ എന്നോട് കള്ളം പറയുന്നത്? നിന്റെ മനസ്സ് ഇപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അശോക് പറഞ്ഞതും ആദി സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഇച്ചായ എന്ന് വിളിച്ചത് ആരെയായിരിക്കുമെന്നുള്ള സംശയമല്ലേ നിനക്കിപ്പോൾ ഉള്ളത്? അതിൻ്റെ അല്ലേ നിന്റെ മുഖത്ത് കാണുന്ന ഈ ടെൻഷൻ? അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല ഏട്ടാ, അതൊക്കെ ഏട്ടന് വെറുതെ തോന്നുന്നതാണ്. അവൻ പറഞ്ഞതും അശോക് ഒന്ന് മൂളി. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സിൽ മുഴുവൻ അതിനെപ്പറ്റിയുള്ള ആദിയാണെന്ന് അശോകിനും അറിയാമായിരുന്നു. എന്നാലും അവൾ ഇച്ചായ എന്ന് വിളിച്ചത് ആരെയായിരിക്കും? ആ ഫെലിക്സിനെ ആയിരിക്കുമോ? അങ്ങനെയെങ്കിൽ ഏട്ടൻ പറഞ്ഞതുപോലെ അവനോട് അവൾക്ക് ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ ഒരു ബന്ധം ഉണ്ടാകുമോ? അവൻ മനസ്സിൽ പലതും ചിന്തിച്ചു. ആദി വാ, നമുക്കൊരു ചായ കുടിക്കാം, അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ ആദിക്ക് ആ നിമിഷം പച്ചവെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അത് എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഏട്ടാ, ഏട്ടൻ ചായ കുടിച്ചിട്ട് വാ, അവൻ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് മാത്രമായിട്ട് വേണമെന്നില്ല, ഒന്ന് റിലാക്സ് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനും പറഞ്ഞത്. ഇവിടെ നിന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാതെ അവൾക്ക് ബോധം വരാതെ നമുക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. അവൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ടൊന്നും അല്ല ഏട്ടാ, എനിക്കിപ്പോൾ ചായ കുടിക്കാനുള്ളൊരു മൂഡില്ല, അവൻ പറഞ്ഞതും അശോക് ഒന്ന് മൂളി. കുറേ നേരം അവർ പരസ്പരം ഒന്നും തന്നെ സംസാരിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലേക്കിരുന്നു. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞതും ഫെലിക്സും കൂടെ സാൻഡ്രയും അങ്ങോട്ട് വന്നു. എവിടെ എൻ്റെ ആമി എവിടെ? അവൻ ചോദിച്ചു. ഫെലിക്സ്, ആമി അകത്താണ്, കുറച്ചു മുമ്പ് ഞങ്ങൾ കയറി കണ്ടതേ ഉള്ളൂ, അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് എൻ്റെ ആമിയെ കാണണം, ഫെലിക്സ് അവനെ നോക്കി പറഞ്ഞു. ഫെലിക്സിൻ്റെ നാവിൽ നിന്നും എൻ്റെ ആമി എന്ന് കേൾക്കുന്തോറും ആദിക്ക് ദേഷ്യം വന്നു. അവൻ എങ്ങനെയോ പിടിച്ചു നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അവൻ്റെ കലിപ്പ്. ഫെലിക്സ്, അവിടെ കാളിനെ കയറ്റില്ല, ഇവൻ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഇവൻ്റെയും എൻ്റെ ഒപ്പം അകത്തേക്ക് കയറ്റിയത്. ഫെലിക്സിനോട് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഡോക്ടറാണ്, അവൻ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്തിനാ സാർ എൻ്റെ ആമിയെ ഇയാളൊപ്പം കൂട്ടിക്കൊണ്ടു പോയത്? അതുകൊണ്ടല്ലേ അവൾക്കിപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്നത്? ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ നാട്ടിലേക്ക് വന്നത്, അതും ഞാൻ നിർബന്ധിച്ചതുകൊണ്ട്. എന്നിട്ട് അവളെ മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയത് ഇയാളല്ലേ? അവൾക്ക് ഇയാളുടെ കൂടെ മീറ്റിങ്ങിന് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇയാളെ പേടിച്ചിട്ട് മാത്രമാണ് എൻ്റെ ആമി അതിന് സമ്മതിച്ചത്. നിങ്ങളുടെ ഓഫീസിൽ അവളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അവളെ മാത്രം കൂട്ടിക്കൊണ്ടുപോയത്? അതുകൊണ്ടല്ലേ അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എൻ്റെ ആമിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. മതി, നിർത്ത്. പെട്ടെന്ന് ദേഷ്യം വന്ന ആദി പറയുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടി. ചേട്ടാ വേണ്ട, സാന്ദ്ര ഫെലിക്സിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ദേഷ്യപ്പെടുന്നത് കണ്ടതും അശോകും ഫെലിക്സും അവന്റെ മുഖത്തേക്ക് നോക്കി. കുറെ നേരമായി എൻ്റെ ആമി, അവളെ ഞാൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാനും എനിക്കറിയാം. ആദി ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. താൻ സംരക്ഷിച്ചത് കൊണ്ടായിരിക്കും അവളിപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്, ഫെലിക്സ് പുച്ഛത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് പെട്ടെന്നുള്ള ആക്രമണം ആയതുകൊണ്ടാണ്, എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്. ആക്രമണമോ? എന്താക്രമണം? അത് കേട്ട ഫെലിക്സ് ഞെട്ടലോടെ അവരോട് ചോദിച്ചു. അതേ ഫെലിക്സ്, തന്നെ പാനിക് ആക്കേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ആക്സിഡൻ്റ് ആണെന്ന് കള്ളം പറഞ്ഞത്. സത്യത്തിൽ അതൊരു ആക്സിഡൻ്റ് അല്ലായിരുന്നു, ആരോ കരുതിക്കൂട്ടി വെച്ച ഒരു ആക്രമണം. വന്നവർ ആമിയുടെ നേരെ ഷൂട്ട് ചെയ്തതാണ്, അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഞെട്ടലോടെ ഒന്ന് പുറകിലേക്ക് മാറി. ചേട്ടാ, സാന്ദ്ര പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ആമിയെ ഷൂട്ട് ചെയ്തോ? ആര്? എന്തിന്? അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. അതാണ് ഞങ്ങൾക്കും അറിയാത്തത്. ആ കുട്ടി ആദ്യമായിട്ടല്ലേ ഈ നാട്ടിലേക്ക് വരുന്നത്? ആ കുട്ടിക്ക് ഇവിടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അശോക് വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ല, ആമിക്ക് ഇവിടെ ആരെയും അറിയില്ല, എൻ്റെ നിർബന്ധത്തിനാണ് അവൾ ഈ നാട്ടിലേക്ക് വരുന്നത്, അവനും അവരോട് മറുപടി പറഞ്ഞു. പക്ഷെ വന്നവരുടെ ലക്ഷ്യം ആ കുട്ടിയായിരുന്നു. അതെന്തിനാണെന്ന് ഞങ്ങൾക്കും അറിയാത്തത്. ആ കുട്ടിക്ക് ബോധം വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചോദിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ആരെങ്കിലുമായിട്ട് പ്രശ്നമുണ്ടായോ എന്ന് ആ കുട്ടിയോട് ചോദിക്കണം, അശോക് അവനെ നോക്കി പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല സർ. അങ്ങനെ ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവൾ എന്നോട് എന്തായാലും തുറന്നു പറയും, അതെനിക്ക് ഉറപ്പാണ്, അവൻ നിശ്ചയത്തോടെ അവരോട് പറഞ്ഞു. അശോക് അതിനൊന്ന് മൂളി. ആദ്യം അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അഭിപ്രായം ഒന്നും തന്നെ പറഞ്ഞില്ല. സർ, എൻ്റെ ആമിക്ക്, എനിക്ക് അവളെ ഒന്ന് കാണാൻ, ഫെലിക്സ് വീണ്ടും അശോകിനോട് പറഞ്ഞു. ആമിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ബുള്ളറ്റൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബോധം വീണിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ.
ബോധം വീണെങ്കിൽ മാത്രമേ ആമയോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഡോക്ടറും മറ്റും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഫെലിക്സിന് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അവനെല്ലാം തകർന്നവനെ പോലെ ഒരു കസേരയിലേക്കിരുന്നു. ഫെലിക്സ്, അശോക് അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. സർ, വൈകിട്ട് അവളുടെ മമ്മി വിളിക്കുമ്പോൾ ഞാൻ അവരോട് എന്ത് പറയും? ഈ കാര്യം പറഞ്ഞാൽ അവർ നെഞ്ചു പൊട്ടിച്ചാകും. അതിനു മുൻപേ അവൾക്ക് ബോധം വീണ് അവളൊന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ. ഫെലിക്സ് വിഷമത്തോടെ അവനെ നോക്കി. ഫെലിക്സിന്റെ വിഷമം കണ്ട് സാന്ദ്രയ്ക്കും വിഷമം വന്നിരുന്നു. അവളും അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഫെലിക്സ്. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആമയെ ബെറ്റർ ആക്കി മാറ്റണം. അതോർത്ത് താൻ പേടിക്കേണ്ട. ഈ ഹോസ്പിറ്റലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫെസിലിറ്റീസാണ് ഞങ്ങൾ ആമയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അവൾക്ക് ഒരിക്കലും ഇവിടെ ഒരു കുറവ് ഉണ്ടായില്ല. കാരണം ഇത് ഞങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണിപ്പോൾ. അശോക് അവനെ നോക്കി പറഞ്ഞതും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. പെട്ടെന്നാണ് അശോക് ആമയെപ്പറ്റി ഓർക്കുന്നത്. ഫെലിക്സ്, അശോക് വിളിച്ചതും അവൻ തല ഉയർത്തി നോക്കി. ഒരു കാര്യം ചോദിച്ചാൽ മറ്റൊന്നും താൻ വിചാരിക്കരുത്. അവൻ ചോദിച്ചതും ഫെലിക്സ് സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഫെലിക്സിനെ ആമി എന്താ വിളിക്കുന്നത്? തൻ്റെ പേരാണോ വിളിക്കുന്നത്? അവൻ സംശയത്തോടെ ചോദിച്ചതും ആദ്യം അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ സർ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ? അത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. അത് ആമി പാതിമയക്കത്തിൽ ഇച്ചായ എന്നാരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഫെലിക്സിനെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അശോക് മറുപടി കൊടുത്തു. അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. ആമിയുടെ മനസ്സ് മുഴുവൻ അവളുടെ മാത്രം ഇച്ചായനാണെന്ന് അവനേക്കാൾ നന്നായിട്ട് ആർക്കാണ് അറിയുക? എന്താ എന്താ താനൊന്നും മിണ്ടാത്തത്? അവൻ മിണ്ടാതെ എന്തോ ആലോചനയോടുകൂടി ഇരിക്കുന്നത് കണ്ട് അശോക് സംശയത്തോടെ ചോദിച്ചു. ആദ്യം അവനെ തന്നെ നോക്കുകയായിരുന്നു അവൻ്റെ ഉത്തരം എന്താണെന്നറിയാൻ. ആമി എന്നെ എൻ്റെ പേരാണ് വിളിക്കുന്നത്. ഫെലിക്സ് അവരെ നോക്കി മറുപടി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി മയക്കത്തി പറഞ്ഞത്? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഇച്ചായ എന്ന് അവൾ വിളിക്കുന്നത് അവളുടെ ഹസ്ബൻഡിനെയാണ്. പെട്ടെന്ന് ഫെലിക്സിൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടതും ആദ്യം ഞെട്ടി. അശോകും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാൻഡ്ര ഓൾറെഡി അറിഞ്ഞതുകൊണ്ട് അവൾക്ക് ഞെട്ടലൊന്നും തന്നെ ഉണ്ടായില്ല. ഹസ്ബൻഡ്? അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെ, അവളുടെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷെ അവളുടെ ഇച്ചായൻ ഇപ്പോൾ ജീവനോടെ ഇല്ല. അവളൊരു വിഡോ ആണ്. ഫെലിക്സിന്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ആദിക്ക് ഞെട്ടലുണ്ടാക്കി. ഇനി അശോകും അവൻ്റെ വാക്കുകളിൽ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. എടോ, താൻ പറയുന്നത്? അശോക് സംശയം വിട്ടുമാറാതെ തന്നെ അവനോട് ചോദിച്ചു. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. മരണത്തിന് അവളെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ടോ ആത്മഹത്യ ചെയ്തോ അവളുടെ ജീവിതം അവസാനിച്ചേനെ. അവൻ പറഞ്ഞതും അശോകും ആദ്യം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആമിയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. അവൻ പറയുന്നത് കേട്ടതും ആദിക്ക് നെഞ്ചിലൊരു ഭാരം പോലെ തോന്നി. അയാൾക്ക് എന്താ സംഭവിച്ചത്? അശോക് സംശയത്തോടെ ചോദിച്ചു. ആക്സിഡൻ്റ് ആയിരുന്നു, അവൻ മറുപടി പറഞ്ഞു. എന്താ അയാളുടെ പേര്? എത്ര വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്? അശോക് വീണ്ടും ചോദിച്ചു. ജസ്റ്റിൻ, അതായിരുന്നു പേര്. വിവാഹം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. ആമിയെ ഞങ്ങൾക്ക് തലനാടിറയ്ക്ക് ആണ് കിട്ടിയത്. ഒരു പക്ഷേ അത് അവളുടെ 2ാം ജന്മമാണെന്ന് പറയാം. അളിയനും പോയി. ആ കാറും പൂർണ്ണമായി നശിച്ചു. ആ കാറ് കണ്ട എല്ലാവരും അന്ന് പറഞ്ഞു അതിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ട് കാണില്ലെന്ന്. പക്ഷെ ഞങ്ങളുടെ ആമി, അവൾ രക്ഷപ്പെട്ടു. തലയ്ക്ക് ചെറിയ മുറിവുള്ളതൊഴിച്ചാൽ അവൾക്ക് മറ്റൊരു പ്രശ്നവും അതിലുണ്ടായില്ല. അവൻ അവരെ നോക്കി പറഞ്ഞു. ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു. അശോക് അവനെ നോക്കി പറഞ്ഞതും അവനതിന് ഒന്ന് പുഞ്ചിരിച്ചു. അറിയിക്കേണ്ടെന്നുള്ളത് അവളുടെ തീരുമാനമായിരുന്നു. അവളൊരു വിധവയാണെന്ന് അറിയുമ്പോൾ മറ്റുള്ളവർക്ക് അവളോട് തോന്നുന്ന ഒരു അനുകമ്പ, സോഫ്റ്റ് കോർണർ, അതിനോടൊന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും ആരോടും പറയാഞ്ഞത്. സിവിൽ പോലും സിംഗിളെന്ന് കൊടുത്തത് അതുകൊണ്ട് മാത്രമാണ്. ഇനി എവിടെയൊക്കെ അവൾ സിംഗിളെന്ന് കൊടുത്താലും അവളുടെ മനസ്സിൽ അയാളോളം വരില്ല മറ്റൊന്നും. അത്രയും പ്രാണനായിരുന്നു ആമിക്ക് അവളുടെ ഇച്ചായനെ. അവൻ പറഞ്ഞതും ആദിയും അശോകും സാൻഡ്രയും അവനെ നോക്കി. ജസ്റ്റിൻ, ആമിയുടെ സ്വന്തം ഇച്ചായൻ. ശരിക്കും ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു അവരുടെ പ്രണയം, പരസ്പര സ്നേഹം, അതിലുപരി അവരുടെ വിശ്വാസം. ആമിയുടെ പപ്പ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഉണ്ടാക്കുന്ന പണം മുഴുവൻ സ്വയം കുടിച്ചും കൂട്ടുകാരെ കുടിപ്പിച്ചും നശിപ്പിക്കുന്ന ഒരാൾ. ശരിക്കും പപ്പ എന്നതിലും ഭർത്താവ് എന്നതിലും ഒരു വട്ടപൂജ്യമായി തോറ്റുപോയ ഒരു മനുഷ്യൻ. അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവളുടെ പപ്പ മദ്യപാനം മൂലം മരിക്കുന്നത്. ആമി പണ്ട് മുതലേ പഠിക്കാൻ മിടുക്കിയായിരുന്നു. സ്കൂൾ ടോപ്പർ, കോളേജ് ടോപ്പർ. എന്ത് കാര്യമാണെങ്കിലും ഒരൊറ്റ തവണ അവൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി, അതുപോലെ തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കും.
അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനെല്ലാം പ്രിയപ്പെട്ടതായിരുന്നു ആമി. അവനത് പറഞ്ഞതും ആദിക്കത് ശരിയാണെന്ന് തോന്നി. എന്തൊരു കാര്യം അവൾക്ക് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ അവൾ അതുപോലെ ചെയ്യും. അത്ര ശ്രദ്ധയാണ് അവൾക്ക്. ഡിഗ്രി കഴിഞ്ഞ് പപ്പം മരിച്ചപ്പോൾ ആ മനുഷ്യൻ വരുത്തി വെച്ച കടം മുഴുവൻ തീർക്കാൻ വേണ്ടി പഠിപ്പ് വേണ്ടെന്ന് വെച്ച് ജോലിക്ക് ഇറങ്ങിയ അവളെ തിരികെ പഠിക്കാൻ വിട്ടത് എൻ്റെ പപ്പയാണ്. അവളെ PGക്ക് വിട്ടതും പഠിപ്പിച്ചതും ഒക്കെ എൻ്റെ പപ്പയായിരുന്നു. ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്നു ആമി. അതുകൊണ്ട് തന്നെ PGക്ക് അവൾക്ക് അഡ്മിഷൻ കിട്ടാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം അവൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. PG കംപ്ലീറ്റ് ചെയ്ത അവൾക്ക് ഒരു ജോലിയായിരുന്നു പ്രധാനം. ജോലിയില്ലാത്ത മമ്മി പപ്പയുടെ മരണശേഷവും അതിനു മുൻപും പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടണമെന്നായിരുന്നു അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഒരു ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് അളിയൻ്റെ ആലോചന വരുന്നത്. പപ്പയെ കണ്ട് വളർന്ന പേടി കൊണ്ടോ ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ടോ അവൾക്ക് വിവാഹത്തിനോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. എന്നാൽ അന്വേഷിച്ചപ്പോൾ നല്ലൊരു ബന്ധമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആമിയുടെ മമ്മിക്ക് ഈ വിവാഹത്തിനോട് നല്ല താല്പര്യമായിരുന്നു. അവരുടെ വീട്ടുകാരൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവൾ അവളുടെ ഇച്ചായനെ ആദ്യമായിട്ട് കാണുന്നത്. ജസ്റ്റിൻ പെണ്ണ് കണ്ടിട്ട് വന്നു പോയ ആ രാത്രി. എടി എങ്ങനെയുണ്ട്, അളിയൻ പൊളിയാണോ? ഫെലിക്സ് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അങ്ങനെ പൊളിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ കണ്ണുകൾ ആദ്യം ഉടക്കിയത് ആ കണ്ണുകളിലായിരുന്നു. എടാ, അയാൾക്ക് കാപ്പി കളർ കണ്ണുകളാണ്, നമ്മുടെയൊക്കെ കണക്ക് കറുപ്പല്ല, അവൾ അതിശയത്തോടെ അവനോട് പറഞ്ഞു. എന്നിട്ട് നിന്റെ കാപ്പിക്കണ്ണൻ എന്ത് പറഞ്ഞു? അടുത്ത് തന്നെ ഒരു ഓണ് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടോടി? അവൻ കളിയാക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. അതൊന്നും അങ്ങനെ പറയാറായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി പരസ്പരം സംസാരിച്ചു. സംസാരത്തിലൊന്നും പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ കാണാത്ത ഒരാളാണെന്ന് എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയതേയില്ല ഫെലിക്സ്. നേരത്തെ എന്നെ പരിചയമുള്ളതുപോലെയായിരുന്നു എന്നോട് ഓരോന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തത്. എനിക്ക് അതാ കൂടുതൽ ഇഷ്ടമായത്. അവൾ അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു. അപ്പോൾ നിനക്ക് അളിയനെ പിടിച്ചു അല്ലേ? അവൻ അവളെ കളിയാക്കി. അളിയനോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. പിന്നെ നീ കല്യാണം കഴിക്കുന്നവൻ എനിക്ക് അളിയനല്ലേ? അത് കേട്ട് അവനും സംശയത്തോടെ പറഞ്ഞു. അതിന് കല്യാണം കഴിക്കണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ സംസാരിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നതാണോ ഫെലിക്സ് വിവാഹം? അതിന് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഒരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. അവൾ അവനോട് പറഞ്ഞു. എന്ത് ഡിസിഷൻ? അത് കേട്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. കുറച്ചുനാൾ ഫോണിൽ കൂടി സംസാരിക്കാമെന്ന്. ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എന്നിട്ട് പരസ്പരം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് കടക്കാന്ന്. മറിച്ച് ഞങ്ങളെ തമ്മിൽ ചേരില്ല എന്ന് തോന്നിയാൽ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാമല്ലോ. അവൾ അവനോട് പറഞ്ഞു. അപ്പം എന്താ നീ പറഞ്ഞു വരുന്നത്? ബ്ലോക്ക് ചെയ്യാനാണോ? അവൻ സംശയത്തോട് ചോദിച്ചു. അവൾ അതേ എന്ന് മറുപടി നൽകി. ബെസ്റ്റ്, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ഈ തീരുമാനം എടുത്തത്? നിന്റെ വീട്ടിലോ അയാളുടെ വീട്ടിലൊക്കെ ഇത് സമ്മതിച്ചോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. സമ്മതിച്ചു. വിവാഹം കഴിക്കുന്നത് ഞങ്ങൾ തമ്മിലല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ തീരുമാനിക്കാൻ അവരും പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ തുടങ്ങുകയായിരുന്നു ആമിയുടെയും അവളുടെ ഇച്ചായൻ്റെയും പ്രണയം.